സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. യൂറോപ്പിലെ ക്രൈസ്തവ വിരുദ്ധ പീഡനത്തിൽ ഭയാനകമായ വർധനവ്, നടപടി വേണമെന്ന് OIDAC യൂറോപ്പ്. യൂറോപ്പിലെ ഗുരുതരമായി തുടരുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് വിയന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒബ്സർവേറ്ററി ഓഫ് റോളൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗനസ്റ്റ് ക്രിസ്ത്യൻ ഇൻ യൂറോപ്പ് സംഘടന മതത്തെയോ വിശ്വാസത്തെയോ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണത്തിന്റെ ഇരകൾക്കായുള്ള അന്താരാഷ്ട്ര അനുസ്മരണ ദിനമായ ഇന്നലെ ആഗസ്റ്റ് 22-നാണ് ക്രൈസ്തവരുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് സംഘടന രംഗത്ത് വന്നിരിക്കുന്നത്. 2024 ആരംഭം മുതൽ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, പോളണ്ട്, സെർബിയ എന്നിവിടങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ 25-ലധികം ആക്രമണങ്ങൾ, ഭീഷണികൾ, കൊലപാതക ശ്രമങ്ങൾ എന്നിവ സംഘടന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈസ്തവ വിരുദ്ധ വിദ്വേഷ കുറ്റകൃത്യങ്ങളുടെ 749 കേസുകളിൽ ഭൂരിഭാഗവും നശീകരണ പ്രവർത്തനങ്ങളോ തീപിടുത്തമോ ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും യൂറോപ്പിലുടനീളമുള്ള രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന ഭീഷണികൾ ഭയാനകമാണെന്നും അത് അവഗണിക്കരുതെന്നും സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആഞ്ച ഹോഫ്മാൻ പറഞ്ഞു. ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ജാവേദ് നൂറിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ഒരാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച ബ്രിട്ടീഷ് കോടതിയുടെ ഉദാഹരണം സംഘടന ചൂണ്ടിക്കാട്ടി. അലി നൂറിയെ മരിക്കാൻ അർഹനായ ഒരാളായാണ് അക്രമികൾ കണക്കാക്കിയത്. മതപരിവർത്തനത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിന്റെ അനിവാര്യ ഘടകമാണ്. മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നുവരുന്നവരെ സംരക്ഷിക്കുവാൻ യൂറോപ്യൻ ഗവൺമെന്റുകൾ അവരുടെ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കണമെന്നും OIDAC യൂറോപ്പ് ആവശ്യപ്പെട്ടു. ആഗസ്റ്റ് 22 പത്രക്കുറിപ്പിൽ ക്രൈസ്തവർക്കും മറ്റ് മതവിശ്വാസികൾക്കും എതിരായ ആക്രമണങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതിൽ ജർമ്മൻ ബിഷപ്സ് കോൺഫറൻസ് ആശങ്ക രേഖപ്പെടുത്തി. മതപരമായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ സർക്കാരുകളും മതസമൂഹങ്ങളും കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ജർമ്മനിയിലെ ഓക്സ്ബർഗിലെ ബിഷപ്പ് ബെഡ്രാം മേയർ പറഞ്ഞു. 2019 മതത്തെയോ വിശ്വാസത്തെയോ അടിസ്ഥാനമാക്കിയുള്ള അക്രമ പ്രവർത്തനങ്ങളുടെ ഇരകൾക്കായുള്ള അന്താരാഷ്ട്ര അനുസ്മരണ ദിനം ഐക്യരാഷ്ട്രം സ്ഥാപിച്ചത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.